ഹലോ, മഴയായിട്ട് എന്തുട്ട് പരിപാടി? ഞാൻ ഈ ഓടിച്ചാടിയിട്ട് എങ്ങട്ടാ പോണെന്ന് വിചാരിക്കണ്ടാവൂലേ? കുന്നംകുളത്തേക്കാണ്. ഓണത്തിനൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിന്റെ മെറ്റീരിയൽ എടുക്കാൻ ഞാൻ കുന്നംകുളത്തുള്ള ഫാഷൻ പരാഗിലേക്കാ പോയത്. മഴ മാറിയിട്ട് പോവാന്നാ വിചാരിച്ചത്. മഴ മാറണ നോക്കിയിരുന്ന ഡ്രസ്സ് എടുക്കലുണ്ടാവില്ല. ഞാൻ ധാവണിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ വൈറ്റ് സ്കേർട്ടാണ് എടുത്തത്. ഇനി അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു ബ്ലൗസ് കണ്ടുപിടിക്കണം. അതിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് അത് കട്ട് ചെയ്യണ കുറച്ചു നേരം വായ നോക്കി നിന്ന് തുണി മുറിക്കണ നോക്കണ്ടെങ്കിൽ എന്റെ മനസ്സ് മൊത്തം മൊട്ടക്കാന്താരിയുടെ അവിടെയാണ്. മൊട്ടക്കാന്താരി എന്താന്ന് പറയണേക്കാട്ടി മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഇതാണ് ഞങ്ങള് മുട്ടയും കാന്താരിയും കഴിക്കണ ചേച്ചിയുടെ കട. നമ്മൾ ചെന്നിട്ട് ഒരു മുട്ട പറഞ്ഞാല് ആ ചേച്ചി ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് സ്പെഷ്യൽ കാന്താരി ചമ്മന്തി തേച്ചിട്ട് നമുക്ക് തരും. അതിന്റെ അകത്ത് കാന്താരി മുളക് മാത്രല്ല ബാക്കി എന്തൊക്കെയോ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ചമ്മന്തിയാണ്. അതാണ്ട് വായൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ണി കൂടെയാണോ മൂക്കി കൂടെയാണോ ചെവി കൂടെയാണോ എന്നറിയില്ല, പുകയാണ്ട് പോവും. ആ ജാതി എരിവാണ്. വായ മൊത്തം എരിവായതുകൊണ്ട് ഞാൻ ഒരു സോഡാ സർബത്ത് പറഞ്ഞു. ആ ചേച്ചി നാരങ്ങേണ്ടി നാരങ്ങയും സോഡ വെച്ചിട്ട് ഒരു സർബത്ത് ഉണ്ടാക്കി തന്നു. സർബത്ത് വാങ്ങാൻ നിക്കണ നേരത്തുണ്ട് ലോറിയിൽ ഒരു ആന പോണ്. അടുത്ത് എവിടെയെങ്കിലും പൂരണ്ടായിരുന്നാണാവോ. ആനനെ നോക്കിയിരുന്നപ്പോ ചേച്ചി പറയണത് ദേ ഇരിക്കുന്ന സർബത്ത് എന്ന്. അങ്ങനെ അത് വാങ്ങിച്ച് കുടിച്ചപ്പോഴാണ് എരുവിന് ഒരു ആശ്വാസം കിട്ടിയത്. ആ ചേച്ചിയുടെ ഇടയില് മുട്ടയും സർബത്തും മാത്രല്ല കേട്ടാ, പിന്നെ കുറെ സാധനങ്ങൾ അവിടെ ഇരിക്കണ്ടായിരുന്നു. കോഴിമുട്ടയും കാടമുട്ടയും താറാമുട്ടയും കാന്താരി ചമ്മന്തിയാണ് അവിടുത്തെ സ്പെഷ്യല്. തേനെല്ലിക്ക ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ആയ മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിളും അരിനെല്ലിക്ക ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെയുള്ള ഐറ്റംസ് ഈ കടയിൽ മാത്രല്ലാട്ടുള്ളത്, അതിന്റെ അപ്പുറത്തുള്ള 2 കടയിലും ഉണ്ട്. ഞങ്ങൾ ആദ്യം ഒരു പൈനാപ്പിൾ എടുത്തു. പൈനാപ്പിൾ പുളിയും ഉപ്പും മധുരം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു മാങ്ങയും കൂടി എടുത്തു. മാങ്ങയ്ക്ക് അധികം പുളി ഉണ്ടായിരുന്നില്ല കേട്ടാ, ചെറിയ മധുരം ഉണ്ടായിരുന്നു. ഇതിന്റെ മേലെ അവരൊരു മുളകിന്റെ സോസ് അയച്ചു തരും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇനി അതിന്റെ കൂടെ ഒരു താങ്ങാനുള്ള ശേഷി ഇല്ലാത്തോണ്ടാ. അത് കഴിഞ്ഞപ്പോ ഞാനൊരു തേനെല്ലിക്ക പറഞ്ഞു, കുറച്ച് മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. തേനെല്ലിക്ക വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പാകമായിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങള് കഴിക്കാൻ വന്നപ്പോ കുറെ ആൾക്കാർ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് താവൂസിന്റെ ഇറക്കാൻ ഇറങ്ങി ചെറുവത്താനി റോട്ടിക്ക് പോകുമ്പോ ഇടത്തെ സൈഡിലുള്ളതാണ് കേട്ടാ. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ.